സംസ്ഥാനത്ത് BJP പുതിയ മിഷനുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് മിഷൻ 100 എന്ന പേരിലുള്ള ഒരു മുന്നൊരുക്കം നടത്തിയിരിക്കുകയാണ്. ഈ മുന്നൊരുക്കം പാർട്ടി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും കണ്ടുകൊണ്ടുള്ളതാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റം കുറിക്കും എന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വം പറയുന്ന സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ട തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തി അതിൻ്റെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഊർജ്ജസ്വലമാക്കി മാറ്റിക്കഴിഞ്ഞ് അതിൽ നിന്ന് പാർട്ടിക്കൊരു വലിയ കുതിപ്പുണ്ടാക്കാനാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 19 പഞ്ചായത്തുകളിലും 2 നഗരസഭകളിലുമാണ് പാർട്ടിക്ക് ഭരണം കിട്ടിയത്. 2 നഗരസഭകൾ എന്ന് പറയുമ്പോൾ ഒന്ന് പാലക്കാടും മറ്റൊന്ന് പന്തളത്തുമാണ്. 20ഓളം പഞ്ചായത്തുകളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും മുഖ്യ പ്രതിപക്ഷമായി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തോടടുത്ത് നിൽക്കുകയാണ്, പ്രധാന പ്രതിപക്ഷവുമാണ്. ഈ കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി 1-2 സ്ഥാനങ്ങളിലെത്തിയ 100 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണത്തിലെത്താനാണ് നീക്കം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതും രണ്ടാമതും എത്തിയ 100 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഇവിടെ ഭരണം പിടിക്കണം എന്നുള്ളതാണ്. 300ഓളം പഞ്ചായത്തുകളിൽ പാർട്ടി വോട്ട് വിഹിതം ഗണ്യമായി കൂടിയിട്ടുണ്ട്. പാർട്ടിയുടെ വോട്ട് വിഹിതം കൂട്ടുക മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ആ പഞ്ചായത്തിൽ സീറ്റുകളുടെ എണ്ണം കൂടുതൽ പിടിക്കുക, ഭരണത്തിലെത്താൻ കഴിയുന്നിടത്തെല്ലാം എത്തുക. ഇപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ ആരൊക്കെയാണെന്ന് പോലും പാർട്ടി തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. അനൗദ്യോഗികമായിട്ടെങ്കിലും ആ സ്ഥാനാർത്ഥികളെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ആ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഊന്നൽ നൽകണം. ആ മണ്ഡലത്തിൽ എത്രത്തോളം പഞ്ചായത്തുകളുണ്ടോ ആ പഞ്ചായത്തുകളിലേക്ക് മുഴുവനായി ഇറങ്ങിച്ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, ജനകീയ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നേരിടുക, ജനങ്ങളുമായി സംവദിക്കുക, ആ പ്രശ്നം പരിഹരിക്കാൻ സമയം എടുക്കുന്നതിന് അതിൻ്റേതായ രീതിയിൽ ക്രമമനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ഇത്തരത്തിലുള്ള നീക്കമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 26 അവിടെ മത്സരിക്കാൻ പോകുന്ന ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് അവിടുത്തെ പഞ്ചായത്ത് മുഴുവൻ നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ ബന്ധം 26 വിജയത്തിന് ആക്കം കൂട്ടുകയും ചെയ്യും. ഇത്തരത്തിലൊരു പദ്ധതി മുൻകാലങ്ങളിൽ കേരളത്തിലെ ഒരു പാർട്ടിയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. BJPയുടെ ഈ ഒരു മാതൃക മറ്റു പലർക്കും ഒരുപക്ഷെ അനുകരിക്കാവുന്ന തരത്തിലുള്ളതാണ്. CPM കേഡർ സ്വഭാവമാണെങ്കിലും അത് മറ്റൊരു തരത്തിലാണ് പോകുന്നത്. ഇത്തരത്തിൽ ഒരു പദ്ധതി BJPക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. ഈ സംസ്ഥാനത്തെ 100 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം 10 നഗരസഭകളിലും 2 കോർപ്പറേഷനുകളിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നാണ് താഴെ തട്ടിലേക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പഞ്ചായത്തുകളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അതിന് ഓരോന്നിനും പ്രത്യേകം പ്രകടന പത്രിക തന്നെ ഉണ്ടാകും. ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രം അനുസരിച്ച് ഇപ്പോൾ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തിൻ്റെ ആവശ്യം ഒന്ന് ആയിരിക്കുമ്പോൾ മലയോര മേഖലയിലുള്ള ഒരു പഞ്ചായത്തിൻ്റെ ആവശ്യം മറ്റൊരു തരത്തിലായിരിക്കും. അവിടുത്തെ ഭൂമിശാസ്ത്രം, അവിടുത്തെ കാലാവസ്ഥ,
അവിടുത്തെ പലതരത്തിലുള്ള ഘടന, ഇതെല്ലാം നോക്കിക്കൊണ്ട് വേണം പ്രകടന പത്രിക തയ്യാറാക്കാൻ. നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾ മറ്റൊരു തരത്തിലായിരിക്കും. അത് നഗരകേന്ദ്രീകൃതമായിട്ട് വരുന്നതാണ്. അവിടെ ഈ മലയോര മേഖലകളിലുള്ള കാര്യങ്ങളായിരിക്കത്തില്ല. മലയോര മേഖലയിലും വനപ്രദേശത്തോടെ ചേർന്നുള്ള പഞ്ചായത്തുകളിൽ ഇപ്പോൾ ആവശ്യം മറ്റൊരു തരത്തിലാണ്. അവർ വന്യമൃഗത്തിൽ നിന്ന് പലതരത്തിലുള്ള ഭീഷണിയിൽ ജീവിക്കുന്നവരാണ്. അവരുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്നുണ്ട്. ജീവിക്കാൻ നിവർത്തിയില്ല. കൃഷി ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇതെല്ലാം അതിജീവിക്കുന്ന തരത്തിലുള്ള പ്രകടന പത്രിക ഉണ്ടാക്കുക, വിജയം ഉണ്ടായി കഴിയുമ്പോൾ ആ പ്രകടന പത്രികയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. അതുപോലെ പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും താഴെത്തട്ടിലുള്ളവർക്ക് കൃത്യമായി അറിയില്ല. ആ പദ്ധതികൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്തുള്ളവരാകുമ്പോൾ അവർക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയണം. പലതരത്തിലുള്ള വായ്പാ പദ്ധതികളുണ്ട്. ഈ വായ്പാ പദ്ധതികളെക്കുറിച്ച് അറിയുക. ഇപ്പോൾ വീട് വയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വായ്പാ പദ്ധതി, കാർഷിക മേഖലയിൽ, അതുപോലെ ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നതിന്, വഴിവാണിഭക്കാർക്ക് ഒക്കെ പലതരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ നിലവിലുണ്ട്. ഇത് വേണ്ട പോലെ ഇത് ഏത് തരത്തിൽ ലഭ്യമാകും, അതിന് ആരെ സമീപിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പലപ്പോഴും സാധാരണ ജനങ്ങൾക്ക് അറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് താഴേത്തട്ടിലൊക്കെയുള്ള പാർട്ടി ഇടം, പാർട്ടി ഓഫീസുകൾ എന്ന് തന്നെ പറയാം, അതൊക്കെ സേവാ കേന്ദ്രങ്ങളായി മാറാൻ പോവുകയാണ്. അതായത് ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ സമീപിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പോകാം. അപ്പോൾ ജനങ്ങളുമായിട്ട് എപ്പോഴും നിരന്തരം ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി മാറും. ആ പാർട്ടിയിലെ നേതാക്കന്മാർ ജനകീയരായി മാറും. അപ്പോൾ താഴേത്തട്ടിലെ BJPക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ കണക്ക് കൂട്ടലായ 2026 കാര്യങ്ങളിലേക്ക് കടക്കാൻ എളുപ്പമായിരിക്കും. ഏതാണ്ട് 20 നിയമസഭാ സീറ്റ് തന്നെ 11 ഒന്നാം സ്ഥാനത്തും 9 രണ്ടാം സ്ഥാനത്തുമായിട്ട് നിൽക്കുമ്പോൾ അതൊക്കെ അനുകൂല ഘടകമാക്കി മാറ്റാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കഴിയും എന്നുള്ള രീതിയിലാണ് മിഷൻ 100 BJP പ്രവർത്തിപ്പിക്കാൻ പോകുന്നത്.